ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. വേറൊന്നും കൊണ്ടല്ല, കുറേ നാളായിട്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇത് വേറെ എവിടെയും അല്ല, നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭപുരം കൊട്ടാരം, അതായത് പണ്ടുകാലത്ത് കൽക്കുളം കൊട്ടാരം എന്നറിയപ്പെട്ടിരുന്ന കൊട്ടാരമാണ് കേട്ടോ. അതിൻ്റെ മുൻവശത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും പരിപാലനത്തിലും നിയന്ത്രണത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. പഴയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ മുൻ തലസ്ഥാന നഗരമാണ് പത്മനാഭപുരം എന്നും നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇതിൻ്റെ ചരിത്രമൊക്കെ നോക്കിയാൽ ഒത്തിരി ഉണ്ട് കേട്ടോ. കാരണം പഴക്കമെന്ന് പറയുന്നത് 1-2 വർഷത്തെ പഴക്കമല്ല, അതിനേക്കാളുപരി എത്രയോ കാലഘട്ടത്തിൻ്റെ പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന്. ഇരവിവർമ്മ കുലശേഖര പെരുമാളായിരുന്നു ഈ കൊട്ടാരം 1601 നിർമ്മിച്ചത്. പിന്നീട് ഇത് മാർത്താണ്ഡവർമ്മ പുനർനിർമ്മിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ഇത്രയേറെ കഴിവുണ്ടായിരുന്നുവെന്ന് ഈ കൊട്ടാരത്തിലെ ഓരോന്നും പോയി കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടുത്തെ ചൈനക്കാർ മാർത്താണ്ഡവർമ്മയ്ക്ക് നൽകിയ കസേരയും കട്ടിലും ഒക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു കുതിരവിളക്ക് ആദ്യം കണ്ടത്, അതെങ്ങോട്ടാണോ തിരിച്ചു വയ്ക്കുന്നത് അങ്ങോട്ട് തന്നെ ഇരിക്കും. നമ്മളെ ഇപ്പോഴത്തെ കാലത്തെ വിളക്കുകൾ പോലെയൊന്നുമല്ല. അതുപോലെ ഇതാണ് കേട്ടോ അവരുടെ മന്ത്രശാല എന്നറിയപ്പെടുന്നത്, അതായത് രാജാവിൻ്റെ കൗൺസിൽ ചേംബർ. ഇവിടെ ഇരുന്നിട്ട് പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് എല്ലാ കാഴ്ചയും കാണാം. പക്ഷേ പുറത്തു നിന്നും അകത്തോട്ട് നോക്കുന്നവർക്ക് കാഴ്ചകളൊന്നും തന്നെ കിട്ടത്തില്ലേ. പിന്നെ ഓരോ ഭാഗത്തെയും ചിത്രങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും വളരെ കുറച്ച് ചിത്രങ്ങളെ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് രാജാവിൻ്റെ കട്ടിലാണ് കേട്ടോ. പിന്നെ തടിയിൽ നിർമ്മിച്ച പടികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മെതിയടിയാണ്. കാണാനായിട്ട് ഒത്തിരിയുണ്ട്. അവിടെ പോയി കണ്ടാലേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ചരിത്രം ഉൾക്കൊള്ളുന്ന കുറേ താളുകൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഫോട്ടോയിലൂടെ വീഡിയോയിലൂടെ കണ്ടാൽ നമുക്കൊന്നും തന്നെ അവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് ലഭിക്കത്തില്ല. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടുത്തെ അടുക്കളയും അതുപോലെ തന്നെ അടുക്കളയിലെ പാത്രങ്ങളും, ഈ പാത്രങ്ങളൊക്കെ ഇവർ പണ്ടേ ഉള്ളതല്ല. ഇത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം എന്ന രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ കെട്ടിടങ്ങളും 4 കെട്ട് 12 കെട്ട് എന്നിങ്ങനെയൊക്കെ കെട്ടിടങ്ങൾ ഇവിടെ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് പണിതതാണ്. ഇത് ക്യാൻറ്റീനിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അതുപോലും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അവിടുത്തെ പച്ചപ്പും. നമുക്കവിടെ പോകാനും കഴിക്കാനും ഒക്കെ തോന്നും. കാരണം അത്രമേൽ വൃത്തിയും എല്ലാം ഉള്ള ഒരു എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാം ആൻഡ് ക്വയറ്റ്നെസ്സും ഒക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കയറി കുറച്ച് എന്താ പറയുക, വാഴയ്ക്കപ്പവും ബജിയും അതുപോലെ നമ്മുടെ പഴുത്ത ചക്ക പൊരിച്ചെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ കുറേ കാഴ്ചകളൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ പിടിച്ച് അപ്പോഴത്തേക്കുമാണ് കേട്ടോ ഒരു കുരങ്ങൻ കുറച്ച് ചക്കയുടെ തോടും കൊണ്ട് പോയിരുന്നു ഒരിടത്തിരുന്ന് കഴിക്കുന്നത്. കൃത്യമായിട്ട് കിട്ടിയില്ല, എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം മോക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. അവൾ അവിടെ നിൽക്കുന്ന പൂക്കളൊക്കെ ഇങ്ങനെ നുള്ളി എടുക്കുവാണ്. പോലീസുകാർ കണ്ട എന്നെയും അവളെയും എടുത്തുകൊണ്ട് പോകും. അതിനുള്ള പണികളെല്ലാം അവൾ അടുക്കി അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഓരോ ദൃശ്യങ്ങളും കാണുവാണ്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഏട്ടാ സൺഗ്ലാസ് വെച്ചത്. ഇത് വച്ചില്ലെങ്കിൽ തലവേദന, മൈഗ്രെയിൻ തുടങ്ങും. ഇത് വച്ചതുകൊണ്ട് അന്നത്തെ ദിവസം എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. തലവേദനയ്ക്ക് അല്ലെങ്കിൽ മൈഗ്രെയിന് ബെസ്റ്റാണ് കേട്ടോ ഇതുപോലത്തെ സൺഗ്ലാസ്സുകൾ, UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സൺഗ്ലാസ്സുകൾ. അങ്ങനെ കൊട്ടാരത്തിൻ്റെ സൈഡ് പോർഷനൊക്കെ നിന്ന് നല്ല രസമുണ്ട് കേട്ടോ. അവരുടെ പണികളും ഓരോ ഭാഗവും കാണാൻ വളരെ ഭംഗിയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് കൊട്ടാരത്തിന് വെളിയിലുള്ള, അതായത് തെക്ക് ഭാഗത്തുള്ള ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അത് പുറത്തായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിന് ചുറ്റും കാണുന്ന സ്ഥലങ്ങളൊക്കെ പണ്ട് രാജവീഥികളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത് പബ്ലിക് പ്രോപ്പർട്ടീസാണ്. എൻ്റെ മോള് സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് കരഞ്ഞിട്ടില്ല. അവൾക്ക് ഇങ്ങനെ നടക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ. അവളിങ്ങനെ ഞങ്ങളുടെ കയ്യിലിരുന്നതിനേക്കാളും കൂടുതലും അവൾ അവിടെ കൂടെ നടക്കുമായിരുന്നു. അവൾ എല്ലായിടും ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊരു
ഒരു 5-10 പ്രാവശ്യം വന്ന് വീഴുന്നുണ്ട്. പക്ഷേ ആ വീഴ്ചയിൽ പോലും കരച്ചിലൊന്നുമില്ല, അവളിങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ പറയുന്ന വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിലേക്കാണ് പോകുന്നതെന്നും ഇവിടെ ഫോട്ടോസ് മാത്രമേ അലൗഡായിട്ടുള്ളൂ, വീഡിയോസ് അലൗഡ് അല്ല. അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അകത്തുള്ള ഫോട്ടോസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതും നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് നമ്മളതിൽ നിന്ന് ആസ്വദിക്കുമ്പോഴേ ഫോട്ടോ എടുക്കാനുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ട്. പിന്നെ ഇത് പുറത്തെ കാഴ്ചയാണ്. ചെറിയൊരു കട. ഈ കടയിലാണെങ്കിൽ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ ആഭരണപ്പെട്ടി, അതുപോലെ ചെറിയ ചെറിയ വീണ, അതുപോലെ ഈ കുരങ്ങനും ഗണപതിയും ഒക്കെ തേങ്ങയുടെ ഇതിൽ അവരിങ്ങനെ കുത്തി വച്ചിരിക്കുന്നതാണ്. എന്ത് ഭംഗിയാണെന്നറിയാവോ. അവിടെ നിന്ന് മോക്കൊരു ചെറിയ കളിപ്പാട്ടം, അവൾക്ക് വേറെ ഒന്നും വേണ്ട അവിടെ ഉള്ളത്, ബാക്കിയെല്ലാം വലിച്ചുവാരിയിടായിരുന്നു. പിന്നെ ഞാനവിടെ കണ്ടിഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല തടി വളകളാണ്. കണ്ടോ, ഇത് തടിയിൽ നിർമ്മിച്ച വളകളാണ്. ഇതിലെ പെയിൻറ്റിങ്സ് ഒന്നും പോകത്തില്ല. പക്ഷേ എൻ്റെ കൈക്ക് പാകമല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് അത് വാങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കയ്യിലിട്ടപ്പോൾ. ഒരു വള സെറ്റായിരുന്നു. പക്ഷേ ആ കളർ അത്ര എനിക്ക് പിടിക്കാത്തതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. പിന്നെ അവിടെ നിന്ന് അവൾക്കുള്ള ഒരു കളിപ്പാട്ടം മേടിച്ച് ഞങ്ങൾ കുറച്ചൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.